Hi dear students, നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. കോർഡിനേറ്റ് ജോമെട്രി ആയിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, സർക്കിളിന്റെ ക്വസ്റ്റ്യൻ ആണ്. സർക്കിൾ സ്ട്രെയിറ്റ് ലൈൻ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ, നമുക്കൊരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈസ് എ കോഡ് ഓഫ് ദി അനദർ സർക്കിൾ സി ആണ്. ഓക്കെ, അത്രയും വായിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ഒരു റഫ് ഐഡിയ, ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ആ സർക്കിളില് ഒരു സർക്കിൾ വരയ്ക്കുക. യെസ്, ഈ സർക്കിളിന്റെ ഇക്വേഷൻ, ഈ സർക്കിളിന്റെ ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ആ ഇക്വേഷൻ ഇതാണ്: എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10x പ്ലസ് 4y പ്ലസ് 13 ഇസ് ഈക്വൽ ടു 0. ഈ സർക്കിളിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത്, നോക്കി, ഇതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോഡ് ഓഫ് അനദർ സർക്കിൾ ആണ്. കോഡ് ഓഫ് അനദർ സർക്കിൾ ആണ്. സോ അനദർ സർക്കിൾ വരയ്ക്കുക, അതിന്റെ കോഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലിസൺ, ദർ ഇസ് അനദർ സർക്കിൾ. ഈ സർക്കിളിന്റെ കോഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ ഇങ്ങനെ വരച്ചു, കണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന സർക്കിളിന്റെ ഇക്വേഷൻ എഴുതി, അതിന് ഡയമീറ്റർ അതോടെ യെല്ലോ കളറിൽ വരച്ചിട്ടുണ്ട്. ആ ഡയമീറ്റർ എന്താണ്? വേറൊരു സർക്കിളിന്റെ ഒരു കോഡാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ആ സർക്കിളാണ് സി എന്ന് പറയുന്ന സർക്കിൾ. ഈ സർക്കിളാണ് സി. അപ്പൊ ആ സർക്കിളിൽ ഒരു സെന്റർ ഉണ്ട്. നമുക്കറിയാം, നമ്മളെ ഇപ്പോൾ ആദ്യം വരച്ച സർക്കിളിൽ ഒരു സെന്റർ ഉണ്ട്. ആദ്യം വരച്ചിരിക്കുന്ന സർക്കിളിന്റെ സെന്റർ ഇതിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടും. ഇതിന്റെ സെന്റർ നിങ്ങൾക്ക് അറിയാം, എക്സിന്റെ കോഎഫിഷ്യന്റ് -10, അതിന്റെ പകുതി വിത്ത് ഓപ്പോസിറ്റ് സൈഡ്. സോ ദാറ്റ് വിൽ ബി 5, കോമ വൈയുടെ കോഎഫിഷ്യന്റ് 4, അതിന്റെ പകുതി 2 വിത്ത് ഓപ്പോസിറ്റ് സൈഡ് -2. ഇതാണ് ഇതിന്റെ സെന്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റേഡിയസും കൂടെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏത് സർക്കിളിന്റെ റേഡിയസ്? ഇതാ, ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ജി സ്ക്വയർ എന്ന് പറയുമ്പോൾ 25, എഫ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 - 13. ദാറ്റ്സ് ഈക്വൽ റൂട്ട് ഓഫ് എത്ര കിട്ടും പറഞ്ഞേ? 25 - 13 പ്ലസ് 4 എത്ര കിട്ടും? 12 പ്ലസ് 4 16. ദാറ്റ് ഇസ് ഈക്വൽ ടു 4. ഇതിന്റെ റേഡിയസ് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഇതിന്റെ റേഡിയസ് 4 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? യെസ്. ഇനി വലിയ സർക്കിളിന്റെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നോക്കൂ, മറ്റു കണ്ടീഷനിലേക്ക് പോവാം. നമ്മൾ എത്ര ചെയ്തുള്ളൂ? വൺ ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് എ കോഡ് ഓഫ് ദി അനദർ സർക്കിൾ സി. സെന്റർ whose center is a point of intersection of the lines. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ലൈൻസ് ആണ്. നോക്കൂ, രണ്ട് ലൈൻസുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? അതിന്റെ സെന്റർ എന്ന് പറയുന്നത്. രണ്ട് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് ഇക്വേഷൻസുകൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെന്റർ കിട്ടും. ആ രണ്ട് ഇക്വേഷൻസ് ഇതാണ്. ഒന്ന് 2x പ്ലസ് 3y is equal to 12 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ, 3x മൈനസ് 2y is equal to 5 ആണ്. ഞാൻ ആദ്യത്തെ ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? ആദ്യത്തെ ഇക്വേഷനെ ഞാനൊരു 2 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ ഞാനൊരു 3 കൊണ്ടും മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്താ കിട്ടുക? 4x പ്ലസ് 6y is equal to 24 എന്ന് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9x മൈനസ് 6y is equal to 15 എന്ന് കിട്ടി. ജസ്റ്റ് ആഡ് ബോത്ത്, you get 13x plus 0 is equal to എത്ര കിട്ടി മക്കളെ? 39 എന്ന് കിട്ടി. സോ x equal to 3 എന്ന് കിട്ടി. x 3 ആണെങ്കിൽ that you can substitute in any one of the equation. So 2 into 3 plus 3y is equal to 12 എന്ന് കിട്ടി. So 3y is equal to 12 minus 6 6. So y is equal to 2. So center കിട്ടി 3 2. ഇതിന്റെ സെന്റർ 3 2 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ? അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ അങ്ങ് വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങനെയും വരച്ചു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റേഡിയസ് ആണ്, ശരിയല്ലേ? ഈ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്കറിയാം ഈ ഒരു ഹൈറ്റിന്റെ ഡിസ്റ്റൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5 - 3 ഹോൾ സ്ക്വയർ, അതായത് 5 - 3 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ 4 പ്ലസ് -2 അതും 4 വരും അല്ലേ? യെസ് 5 - 3 അതിന്റെ സ്ക്വയർ എടുക്കണം. 5 - 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 2 സ്ക്വയർ 4 വരും. പിന്നെ -2 സ്ക്വയർ എടുക്കുമ്പോൾ അതും പിന്നെ -4ന്റെ സ്ക്വയർ 16 വരും. ദാറ്റ്സ് ഈക്വൽ റൂട്ട് ഓഫ് 20 എന്നാണ് വരിക, ശരിയല്ലേ? 4 സ്ക്വയർ 16, 2 സ്ക്വയർ 4, ദാറ്റ് ഈസ് റൂട്ട് 20 എന്ന് കിട്ടും. എനിക്ക് ഈ റേഡിയസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ദിസ് റേഡിയസ് ഈസ് ഗോയിങ് ടു ബി റൂട്ട് ഓഫ് എന്താണ്? റൂട്ട് 20യുടെ സ്ക്വയർ ദാറ്റ് ഈസ് 20 പ്ലസ് 4ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 16. ദിസ് ഈസ് 36 and that's equal to 6.
Now what is the radius of the circle? It is going to be 6. ഇതിന് ആൻസർ വരുന്നത് 6 ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.